വലിയൊരു വാർത്തയിലേക്കാണ് കടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി. ബംഗളൂരു സ്വദേശിനിയായ 23-കാരിയാണ് പരാതി നൽകിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. വീണ്ടും ലൈംഗിക പീഡന പരാതിയാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. കാരണം വീണ്ടും പരാതികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ. കാരണം കോൺഗ്രസ് നേതാക്കൾ തന്നെ അടക്കം പറയുന്ന വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ബാംഗ്ലൂരിലെ യുവതിയുടെ പരാതി എന്ന് പറയുന്നത്, 23-കാരുടെ പരാതി എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, ഇത് നേരത്തെ ഉള്ള പരാതിയാണോ അതോ പുതിയതായി ഇപ്പോൾ ഈ വിഷയത്തിന് ശേഷം വന്ന ഒരു പ്രശ്നമാണോ? വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. വീണ്ടും ഒരു ലൈംഗിക പീഡന പരാതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കുരുക്കുകളിലേക്ക് പോവുകയാണോ എന്ന ഒരു സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. കാരണം ഇയാൾക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നത് ഇനിയും പരാതികൾ ഉണ്ടാകും എന്ന തരത്തിലായിരുന്നു. ഇപ്പോൾ അത് ആ തരത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വീണ്ടും പരാതികൾ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങി വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സംശയമില്ല, വലിയ കുരുക്കുകൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഇതിപ്പോൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? ഈ സമയത്ത് തന്നെയാണോ, ഈ വിഷയത്തിനോട് ചേർന്നാണോ, അതിനുശേഷമാണോ ഈ പ്രശ്നമുണ്ടായത്? ഈ മലയാളിയല്ലാത്ത ബംഗളൂരു സ്വദേശിയായ പെൺകുട്ടിയാണോ പരാതിക്കാരി? രഞ്ജിത്ത്, മറ്റൊരു പരാതി കൂടി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരികയാണ്. അതും ലൈംഗിക പീഡന പരാതി തന്നെയാണ്. ബാംഗ്ലൂർ സ്വദേശിയായ 23-കാരിയാണ്, മലയാളി പെൺകുട്ടിയാണ്. പക്ഷേ ബാംഗ്ലൂരിലാണ് ഇവർ താമസിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയാക്കി എന്ന കാര്യമാണ് ഈ പെൺകുട്ടി പറയുന്നത്. AICC നേതൃത്വത്തിനടക്കമാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫോൺ രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴുള്ള അന്വേഷണ സംഘം, അതായത് മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ആ പെൺകുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് ഈ പെൺകുട്ടിയെയും ക്രൈംബ്രാഞ്ച് ബന്ധപ്പെട്ടിരുന്നു. ഈ പെൺകുട്ടിയിൽ നിന്ന്, ബാംഗ്ലൂർ സ്വദേശിയായ പെൺകുട്ടിയിൽ നിന്ന് മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. 2023 ഡിസംബറിലാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം.